ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഗ്രാഫിൽ ഒരു വേർഡ് ഉണ്ട്, സ്റ്റീപ്പസ്റ്റ് ടാൻജൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട്. അത് പഠിക്കണം. അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ല, വോൾട്ടേജിൻ്റെ നമുക്ക് ഗ്രാഫ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിൻ്റെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, സർക്കിളിൻ്റെ പുറത്ത് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ലൈനെയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയാം. സോ 90 ഡിഗ്രിയിലൊക്കെ വരയ്ക്കുന്നതിന് നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയാം. സോ അപ്പോൾ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ടാൻജൻറ്റിനെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. നമുക്കിവിടെ എടുക്കുന്ന റേറ്റ് ഓഫ് dV/dt ആണ്. അതായത് ചേഞ്ച് ഇൻ വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് റേറ്റ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, it is defined as the slope of the deepest tangent of restriking voltage curve. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് കർവിൽ നമ്മൾ dV/dt, ഓക്കെ, അതായത് ചേഞ്ച് ഇൻ വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, ഹൗ ക്വിക്ക്ലി ദ വോൾട്ടേജ് അക്രോസ് ദ കോണ്ടാക്ടർ സർക്യൂട്ട് ബ്രേക്കർ റൈസസ് ആഫ്റ്റർ ദേ ഹാവ് ഓപ്പൺ ആൻഡ് ഇൻറ്ററപ്റ്റ് ദി കറണ്ട് ഫ്ലോ. അതായത് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ, ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. ഓക്കെ, ഇവിടെ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. ഇതിപ്പോൾ ക്ലോസ്ഡ് കണ്ടീഷനിലാണ് ഉള്ളത്. ഈ സമയത്ത് ഈ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, എത്ര പെട്ടെന്നാണ് ഈ ഒരു ചെറിയൊരു ഭാഗത്ത് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആയ ചെറിയ ഭാഗത്ത് വോൾട്ടേജ് എത്രത്തോളം റൈസ് ആകുന്നു എന്നുള്ളതിനെ വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് വിച്ച് ഡിസൈഡ് വെദർ ദ ആർക്ക് വിൽ റീസ്ട്രൈക്ക് ഓർ നോട്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിൻ്റെ അളവ് വെച്ചിട്ടാണ് നമുക്ക് അതിൽ ആർക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ആകുമോ എന്ന് നമുക്ക് മനസ്സിലാവാം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റേറ്റ് ഓഫ് റൈസ് ഓഫ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണെങ്കിൽ, ബിറ്റ്വീൻ ദി കോണ്ടാക്ട് ആണെങ്കിൽ ആർക്ക് വീണ്ടും റീസ്ട്രൈക്ക് ചെയ്യും. അതായത് RR/RV എന്ന് പറയുന്നത് ആ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ നടുവിലുള്ള ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ബി റീസ്ട്രൈക്ക്. അപ്പോൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിൻ്റെ വോൾട്ടേജിനെ ഡൈഇലക്ട്രിക് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന വോൾട്ടേജിനേക്കാളാണ് ഈ RR/Vയുടെ വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് വീണ്ടും വരും. സ്ട്രൈക്ക് വീണ്ടും വരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ആർക്ക് ക്രിയേറ്റ് ചെയ്ത എഫക്റ്റ് കാരണം കൊണ്ട് വീണ്ടും ആർക്ക് വരാനുള്ള സാധ്യത, അതിനാണ് റീസ്ട്രൈക്ക് എന്ന് പറയുന്നത്. അതല്ല, ഈ കണ്ടീഷൻ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. അത് ഡൈഇലക്ട്രിക്കിൻ്റെ ഇതാണ് കൂടുതൽ, RR/Vയുടെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ആർക്ക് വിൽ ബി കൊഞ്ച്, അല്ലെങ്കിൽ ആർക്ക് എന്ന് പറയുന്നത് എന്താവും, റീസ്ട്രൈക്ക് ചെയ്യില്ല. അപ്പോൾ വീണ്ടും റീസ്ട്രൈക്ക് ചെയ്യുന്ന വാല്യൂ അത് ഫെയിൽ ആകുന്ന പറഞ്ഞാൽ വീണ്ടും റീസ്ട്രൈക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഓഫ് RR/V എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, റിക്കവറി വോൾട്ടേജ്, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിലൊരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് ജസ്റ്റ് നോക്കാം. ഫാൾട്ട് നിയർ ദി സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമാണ്. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. ഇവിടെയാണ് ഫോൾട്ട് നടക്കുന്നത്. ഇവിടെ ഒരു ട്രാൻസ്മിഷൻ ലൈനോ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡോ അങ്ങനെയുള്ള ലോഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്വലന്റ് സർക്യൂട്ട് ഫോർ ദ അനാലിസിസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിൻ്റെ അനാലിസിസിന് വേണ്ടി നമ്മൾ അസ്യൂം ചെയ്തൊരു സർക്യൂട്ടാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഇൻഡക്ടർ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC എന്നും, ഇവിടെ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടായിരുന്നു, ഇവിടെ ഫോൾട്ട് ഉണ്ടായിരുന്നതാണ് നമ്മളിപ്പോൾ പറയാൻ പോകണം. അപ്പോൾ ഇതിൽ റെസിസ്റ്റൻസ് വാല്യൂ ആറിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരുന്നത്. റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഈസ് നെഗ്ലക്റ്റഡ്. അസ്യൂം ദ ഷോർട്ട് സർക്യൂട്ട് ഈസ് അപ്ലൈഡ് അക്രോസ് ദി ടെർമിനൽ ഓഫ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യണം, നമ്മൾ RR/Vയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യാണ് എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഈസ് അപ്ലൈഡ് ദി ടെർമിനൽ ഓഫ് ദി സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ എന്നിട്ട് സർക്യൂട്ട് ബ്രേക്കർ, when the circuit breaker is closed, the short circuit current flow through the inductor and contact of the circuit breaker, the capacitor being short circuited by the fault. Okay, ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്ന കണ്ടീഷൻ. സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യുന്നു. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അതാണ് ഇവിടെ I എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് I ആരിലൂടെ ഫ്ലോ ആകുന്നു, ഇൻഡക്ടറിലൂടെ ഫ്ലോ ആകുന്നു. അപ്പോൾ ഇൻഡക്ടറിലൂടെ ഫ്ലോ ആയിട്ട് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓരോ സ്വിച്ചസിൻ്റെ അടുത്ത് എത്തിക്കുന്നു. ദ കപ്പാസിറ്റർ ബീങ് ഷോർട്ട് സർക്യൂട്ട് ബൈ ദി ഫോൾട്ട്. ഓക്കെ, ഫോൾട്ട്, ദ കപ്പാസിറ്റൻസ് C ബീങ് ഷോർട്ട് സർക്യൂട്ടഡ് ബൈ ദി ഫോൾട്ട്. ഫോൾട്ട് നടക്കുന്നതുകൊണ്ട് കപ്പാസിറ്റൻസ് C ഷോർട്ട് ആയി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ
മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്, ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻ എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ നമുക്ക് അവിടെ ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ഇയുടെ വാല്യൂ ഉണ്ട്. സോ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് എൽ ഇൻറ്റു ഡി എ ബൈ ഡി ടി പ്ലസ് 1/c ഇൻ്റഗ്രൽ ഐ ഡി ടി ഇ എന്നാണ് നമുക്കവിടെ പറയാം. ഇനി സാധാരണ നമ്മൾ ഡെറിവേഷൻസ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം, കൂളും ബൈ ടൈം അല്ലെങ്കിൽ ചാർജ് ബൈ ടൈം എഴുതാം. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എഴുതാം. ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് സി വി എഴുതാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇവിടെ വി സി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് കപ്പാസിറ്റൻസിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മൾ വി സി എന്ന് എടുക്കാൻ പോകുന്നത്. അതായത് എന്നിട്ട് ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, വീണ്ടും ആ ഡെറിവേഷൻസ് നമ്മൾ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ എഴുതിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഐ ബൈ ഡി ടി, അതായത് ചേഞ്ച് ഇൻ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ഡി സ്ക്വയർ ഇൻറ്റു സി വി സി ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിന് സി എന്ന് പറയുന്നത് കോമൺ ആണ്. സി ഡി സ്ക്വയർ വി സി ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്നാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡി ഐ ബൈ ഡി ടിക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇവിടുത്തെ ഈ ഇക്വേഷനിൽ ഡി ഐ ബൈ ഡി ടിക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടി, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തത്. അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി വാല്യൂ ഇൻ ദി ഇക്വേഷൻ എബവ് വി ഗെറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡി ഐ ബൈ ഡി ടി ഇവിടുത്തെ വാല്യൂ ഓരോന്നിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡി ഐ ബൈ ഡി ടിയുടെ വാല്യൂ നമുക്ക് ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്, ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി സ്ക്വയർ വി സി ഡിവൈഡഡ് ബൈ ഡി ടി എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എൽ സി ഡി സ്ക്വയർ വി സി ബൈ ഡി ടി സ്ക്വയർ പ്ലസ് വി സി ഈക്വൽ ടു ഇ എന്ന് കിട്ടി. ഇനി ഈ കിട്ടിയ ഇക്വേഷന് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നുണ്ട്. നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ഒക്കെ പഠിക്കുമ്പോൾ ലാപ്ലാസ് ഇൻവേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നുണ്ട്. വേർ എസ് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ ഇവിടെ എടുത്തു. അപ്പോൾ മേലത്തെ നമ്മൾക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ 2ൻ്റെ ലാപ്ലാസ് ഇക്വേഷൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേർ വി സി എസ് is a Laplace transform of Vc. Okay, അതിവിടെ എഴുതിയിട്ടുണ്ട്. And other terms are 0. Initially Q is equal to 0 and T is equal to 0. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. അപ്പോൾ വീണ്ടും ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി വി സി എസ് ഇൻറ്റു എൽ സി എസ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ എസ് എന്ന് കിട്ടി. ഇനി അതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വീണ്ടും നമുക്ക് ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, ഇ ഡിവൈഡഡ് ബൈ എൽ സി എസ് എസ് സ്ക്വയർ പ്ലസ് 1/LC എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിന് ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC എന്ന് കിട്ടി. ഒമേഗ എൻ സ്ക്വയർ എന്ന് പറയുന്നത് 1/LC ആയതുകൊണ്ട് ഒമേഗ എന്ന് പറയുന്നത് 1/√LC എന്ന് കിട്ടി. അത് വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വി എസിൻ്റെ ഇക്വേഷൻ ഈ കാണുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറുന്നു. ഓക്കെ, പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നു. ഏത് ഇക്വേഷൻ്റെ, ഇവിടുത്തെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നു. വി സി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഒമേഗ എൻ ഇ 0 to t സൈൻ ഒമേഗ എൻ ടി എന്ന് കിട്ടി. അപ്പോൾ വി സി ഓഫ് ടീനെ നമ്മൾ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. 0 to t വെച്ചിട്ട് സൈൻ തീറ്റ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് കോസ് തീറ്റ എന്നാണ് കിട്ടുക. സൈൻ തീറ്റയുടെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ അത് വെച്ച് ചെയ്തു. ഒമേഗ എൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് അത് താഴത്ത് വന്നത്. വീണ്ടും അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ, റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വി സി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 1 മൈനസ് കോസ് 1/√LC ഇൻറ്റു ടി എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇതാണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. താങ്ക് യു.